ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലേണിഫൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ അപ്പോൾ നമ്മൾ പതിവിലും ഒരു വെറൈറ്റി രൂപത്തിലാണ് നമ്മുടെ സ്ലൈഡ്സും കാര്യം സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതുപോലെ നമ്മുടെ ക്ലാസ് 8ാം ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവരുടെ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെഷർമെന്റ് ആൻഡ് യൂണിറ്റ് അഥവാ അളവുകളും യൂണിറ്റുകളും എന്ന ചാപ്റ്ററിലെ അവർക്ക് ഈ എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള രൂപത്തിൽ റിട്ടേൺ നോട്ട് കൈകൊണ്ട് എഴുതിയിട്ടുള്ള നോട്ടാണ്. ഈ നോട്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ത്രൂ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. 100% ഫ്രീ ആണ്. ആൻഡ് നമ്മൾ 8ാം ക്ലാസ്സിന്റെ പുതിയൊരു ഭാഗത്തേക്ക് എല്ലാവർക്കും കിടക്കാം. സോ നമുക്ക് വന്നത് ഫസ്റ്റത്തെ ചോദ്യം, ഫിൽ ഇൻ ദ ടേബിൾ ബിലോ ബൈ ഐഡന്റിഫൈങ് ദ അപ്രോപ്രിയേറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫോർ ഈച്ച് ഡിസ്ക്രൈബ്ഡ് സിറ്റുവേഷൻ. അതായത് താഴെ നൽകിയിട്ടുള്ള ഓരോ സാഹചര്യത്തിനും അനുയോജ്യമായിട്ട് ഭൗതിക അളവുകൾ കണ്ടെത്തി എഴുതുക എന്നാണ് ചോദിച്ചത്. സോ നമുക്ക് മെല്ലെ നോക്കി പോവാം ഏതാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം. ഇവിടുത്തെ കേസിൽ ആദ്യമായിട്ട് തന്നത് സിറ്റുവേഷൻ നമ്പർ 1, വാട്ടർ ഈസ് ബോയിലിംഗ്, വെള്ളം തിളയ്ക്കുന്നു. പറയടാ, വെള്ളം തിളയ്ക്കുന്നത് ഏത് തരത്തിലുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്? എക്സാക്ട്ലി, അതൊരു ചൂടാകുകയല്ലേ ചെയ്യുക, ചൂടായിട്ടല്ലേ തിളക്കുക. അപ്പൊ ചൂടിന് എന്താ പറയാ? ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ ആണ് നമുക്ക് ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. ടെമ്പറേച്ചർ അല്ലേ, അഥവാ താപനില എന്ന് പറയാം. ഓക്കെ, നോട്ട് ആൻസർ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, താപനില. ഓക്കെ, സിമ്പിൾ ആണ് ആൻഡ് ഇത് നിങ്ങൾക്ക് കിട്ടി. പിന്നെ നോക്ക്, എ ബൾബ് ഈസ് ബോയിലിംഗ്, ബൾബ് ഈസ് ഗ്ലോയിങ്. എങ്ങനെയാണ് ബൾബ് കത്തുക? ബൾബ് പ്രകാശിക്കുന്നു എന്നാ പറഞ്ഞത്. ബൾബ് പ്രകാശിക്കാനുള്ള കാരണം വൈദ്യുതി കൊടുത്താലല്ലേ കത്തു. വൈദ്യുതി ഇല്ലാത്തൊരു ബൾബ് കത്തുവോ? ഞാൻ പറഞ്ഞില്ല. അപ്പൊ നമുക്ക് ആൻസർ എന്ത് ചെയ്താം? യെസ്, ഇലക്ട്രിക് കറന്റ്, വൈദ്യുത പ്രവാഹ തീവ്രത. വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് നമുക്ക് എഴുതാം. വലിയ ഇഷ്യൂ ഒന്നും ഇല്ല എന്ന് കരുതാനെ. വൈദ്യുത പ്രവാഹ തീവ്രത. ഓക്കെ, ഒരു 1 സെക്കൻഡ്. ഓക്കെ, ബൾബ് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇലക്ട്രിക് കറന്റ്, വൈദ്യുത പ്രവാഹ തീവ്രത കിട്ടി. അടുത്തത്, എ പേഴ്സൺ മെഷർ ഹൗ ടോൾ എ ബിൽഡിംഗ് ഈസ്, അഥവാ ഒരു വ്യക്തി കെട്ടിടത്തിന്റെ ഉയരം അളന്നു നോക്കുക. അപ്പൊ അത് അളന്നു നോക്കുന്ന എന്തൊരു യൂണിറ്റ് ആണ്, എന്തൊരു ക്വാണ്ടിറ്റി ആണ് അളന്നു നോക്കുക? ലെങ്ത് വെച്ചിട്ടല്ലേ, നമ്മൾ നീളം വെച്ചിട്ടല്ലേ നോക്കുക. അപ്പൊ അതിന് ആൻസർ എന്താ? ലെങ്ത് എന്ന് കിട്ടും. ലെങ്ത് ഷുവർ അല്ലേ ആൻഡ് ഈസി അല്ലേ? ലെങ്ത് എന്ന് കിട്ടി, അഥവാ നീളം. ഓക്കെ, നമ്മൾ ഒരുപാടായി വീഡിയോ കണ്ടിട്ട് അതുകൊണ്ട് നമ്മൾ നീളം. പിന്നെ വന്നത്, എ ട്രക്ക് ക്യാരീസ് 2000 കിലോഗ്രാം ഓഫ് ഗുഡ്സ്. അതായത് ഒരു ട്രക്ക് 2000 കിലോമീറ്ററിൽ സാധനങ്ങൾ വഹിക്കുന്നതാണ്. അപ്പം നോക്ക്, 2000 കിലോഗ്രാം എന്ത് ചെയ്യുന്നുണ്ട്? സാധനങ്ങൾ വഹിക്കുന്നുണ്ട്. 2000 കിലോഗ്രാം അതെന്താണ്? ഒരു മാസ് അല്ലേ, ഒരു കനമുള്ളൊരു മാസ്. ഓക്കെ, അപ്പൊ എന്താണ് അത്? മാസ് ആണ് അതിന്റെ ആൻസർ. ഇതേപോലത്തെ ടൈപ്പ് ചോദ്യം നിങ്ങൾക്ക് ഓണം എക്സാമിൽ എക്സ്പെക്ട് ചെയ്യാട്ടോ. മാസ്. ഓക്കെ, ഇതേപോലത്തെ ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്യുവർ ആയിട്ടും ഓണം എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കട്ടോ. ഇതേപോലത്തെ ചോദ്യം വളരെ വൃത്തിയായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഓണം എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഭാഗത്തിലെ ചോദ്യമാണ്. ഓക്കെ, കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. അത് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ആൻഡ് ഒന്ന് വലുതാക്കി വെക്കാം. നിങ്ങൾക്ക് നോട്ടിൽ ആൻസേഴ്സും എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ചോദ്യം നോക്കാം. നമുക്ക് വളരെ ഈസി ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ചോദ്യം നോക്കാം. എന്താണ്? വാട്ട് ഈസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഗിവ് 2 എക്സാമ്പിൾ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ യുവർ എൻകൗണ്ടർ ഡെയിലി. അതായത് എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായി ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്റെ ലെങ്ത് എനിക്ക് അളന്നുകൂടെ? എനിക്ക് എത്ര നീളമുണ്ടെന്ന് എനിക്ക് അളന്നൂടെ? അതേപോലെ എനിക്ക് ഒരു റോള് അല്ലെങ്കിൽ ഒരു മീറ്റർ റിബൺ വേണം. അപ്പൊ ആ റിബൺ അളന്നിട്ടല്ലേ എടുക്കുക? അതൊക്കെ അളക്കാൻ പറ്റൂലേ? യെസ്, അതായത് ഇത്രയേ ഉള്ളൂ. നമുക്ക് അളക്കാൻ സാധിക്കുന്ന എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. അതായത് അളന്നു നോക്കി പ്രസ്താവിക്കാൻ കഴിയുന്നതിനെയാണ് എന്തെന്ന് പറയാം?
ഫിസിക്കൽ ക്വാണ്ടിറ്റി പറയാം. നമുക്ക് അളന്നു നോക്കാൻ സാധിക്കണം. ആൻഡ് അത് അങ്ങനെയുള്ള അളന്നു നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള അളവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടി. അപ്പൊ അതാണ് ഇതിന്റെ ആൻസർ. എഴുതാൻ നോക്ക്. ഭൗതിക അളവ് എന്നാൽ എന്ത്? ആൻഡ് ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന രണ്ട് ഭൗതിക അളവുകളുടെ ഉദാഹരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ എക്സാമ്പിൾ പറയണം. എക്സാമ്പിൾ എന്താണ്? ഇതിന്റെ എക്സാമ്പിൾ നോക്ക്. അളന്ന് നോക്കി എഴുതാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ ഡെഫിനിഷൻ പറഞ്ഞ എക്സാമ്പിൾ. ഒന്ന് ഹൈറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഏരിയ, ഏതെങ്കിലും എടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. പിന്നെ മൂന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് 1 ക്വിന്റൽ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ്? അതായത് ഒരു ക്വിന്റൽ എന്ന് പറഞ്ഞാൽ ആൻസർ 100. ഒരു ക്വിന്റൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ്. അങ്ങനെയെങ്കിൽ ആൻസർ രണ്ടെടുത്ത് എഴുതി. ഓക്കെ, അങ്ങനെയെങ്കിൽ 300 ക്വിന്റൽ എന്ന് പറഞ്ഞാൽ എത്ര kg ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. 300 ക്വിന്റൽ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ അതും കിട്ടി എന്ന് ഞാൻ കരുതുന്നു. ആൻഡ് ദാറ്റ് അവസാനത്തെ ഒരു ചോദ്യം നോക്കാം. അവസാനത്തെ പേജിലെ ചോദ്യം, ഹൗ ഈസ് ദ ഡെൻസിറ്റി റിലേറ്റഡ് ടു മാസ് ആൻഡ് ദ വോളിയം? റൈറ്റ് ദ ഫോർമുല. അതായത് ഹൗ ഈസ് ഡെൻസിറ്റി റിലേറ്റഡ് ടു മാസ് ആൻഡ് വോളിയം? എങ്ങനെയാണ് ഡെൻസിറ്റി മാസിനോടും വോളിയത്തിനോടും റിലേറ്റ് ആയിട്ടിരിക്കുന്നത്? അതിന്റെ ഫോർമുല നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫോർമുല കൃത്യമായിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സോ വളരെ ഈസി ആയി നമുക്ക് ആ ഫോർമുല ഒന്ന് റൈറ്റ് ചെയ്യാം. എന്താണ്? തൊട്ടപ്പുറത്തെ പേജിലേക്ക് വരാം. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ അല്ലേ? ഓക്കെ, ഈ നോട്ടൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ ലഭിക്കും കേട്ടോ. അവിടെ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. സോ എനിവേ, നമുക്ക് അവസാന ഭാഗത്തേക്ക് എത്താറായി. നമ്മുടെ ചോദ്യങ്ങളുടെ ലിസ്റ്റിലെ അവസാനത്തെ ഭാഗത്തേക്ക് നമുക്ക് എത്താം. ഓക്കെ, നോക്കി ദാ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഫസ്റ്റ് നമ്മൾ സാന്ദ്രത കാണാനുള്ള ഇക്വേഷൻ മാസ് ബൈ വോളിയം, അഥവാ മാസ് ഹരിക്കണം അല്ലെങ്കിൽ മാസ് ഡിവൈഡഡ് ബൈ വ്യാപ്തം. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ? ഡെൻസിറ്റിയുടെ ഇക്വേഷൻ അഥവാ സാന്ദ്രതയുടെ ഇക്വേഷൻ എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം അതിനെ അവിടെ അങ്ങ് വെക്കുക. ശേഷം കുറച്ചുകൂടി മുന്നോട്ടേക്ക് യാത്ര ചെയ്യുക. ആൻഡ് അതിനെക്കുറിച്ച് ഒന്ന് ഡെഫിനേഷൻ എഴുതി കൊടുക്കുക. അവിടെ കിട്ടും നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഫുൾ മാർക്ക്. 2 മാർക്ക് ആയിരിക്കും, അത് പക്ഷേ 3 മാർക്ക് ആയിരിക്കും. എന്തുവാട്ടെ, ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് ഈസ് ഡെൻസിറ്റി. യൂണിറ്റ് വ്യാപ്തത്തിൽ പദാർത്ഥത്തിന്റെ മാസിനെ സാന്ദ്രത എന്ന് പറയുന്നു. ഓക്കെ, പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഈ ഒരു കേസുകളിലെ അവസാന ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്. ഓക്കെ, ഇതാണ് ചോദ്യങ്ങൾ. നമുക്ക് നമ്മുടെ കേസിലെ അവസാനത്തെ ഭാഗത്തെ ചോദ്യങ്ങളാണ് ഇതൊക്കെ. സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന നോക്കാം. ആൻസർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൺവേർട്ട് ദ ഫോളോയിങ് 5 കിലോഗ്രാം ടു മീറ്റർ. കിലോഗ്രാം അല്ലേ, 5 കിലോമീറ്റർ എന്നാണ്. കിലോമീറ്റർ ആണോ? സോറി, കിലോമീറ്റർ ആണ് ഇവിടെ കൊടുക്കേണ്ടിയിരുന്നത്. റൈറ്റ് ചെയ്ത ചെറിയ വിഷയം. ഓക്കെ, 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണെന്നും കൺവേർട്ട് ചെയ്യണം. 2.5 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണെന്നും കൺവേർട്ട് ചെയ്യണം. ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്താൽ ഉഷാറായി. അപ്പൊ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു സൈഡിലേക്ക് വരാം. അതായത് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഗൈസ്? നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 മീറ്റർ അല്ലേ? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണെങ്കിൽ 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 5 × 1000 ചെയ്യാം അല്ലെ? 5 × 1000, 5 താഴോട്ട് എഴുതുക, 3 0 ഇട്ട് കൊടുക്കുക. അപ്പം 5000 മീറ്റർ. ദാറ്റ് ക്യാൻ ബി ആൻസർ. എ എന്നതിന്റെ ആൻസർ 5000 മീറ്റർ കിട്ടി. ഇതേപോലെയൊക്കെ ചോദ്യം വരും. പിന്നെ 2.5 കിലോഗ്രാം ടു ഗ്രാം, അതായത് 2.5 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണ്? സെയിം വിച്ച് 1000 ഗ്രാം ആണ്. ഓക്കെ, 1000 ഗ്രാം ആണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ 2.5 കിലോഗ്രാം എന്നത് എങ്ങനെ നമുക്ക് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം? സിമ്പിൾ ഗൈസ്, 2.5 × 1000 അല്ലേ? 1000 ഒരു തവണ 0 കൂടി ചാടും. ഇൻറ്റു ചെയ്യുമ്പോൾ ഒരു തവണ 0 കൂടി ചാടും. ആൻഡ് 2 0 ആഡ് ചെയ്ത് കൊടുക്കുക. 2500 ഗ്രാം. ഓക്കെ, 2500 ഗ്രാം. ഇതേപോലെയാണ് നിങ്ങളുടെ ഈ ഒരു ഫിസിക്സിലെ ഭാഗത്തിൽ ഏറ്റവും മിനിമൽ ആയിട്ട് വരുന്ന ചോദ്യങ്ങളുടെ ലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം ഗൈസ്. അപ്പം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്.
ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ മസ്റ്റായിട്ടും ഫോളോ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. നമ്മുടെ ചാനൽ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൽ ഏത് ചാപ്റ്റർ വേണം എനിക്ക് ഷെഡ്യൂൾ ചെയ്യാൻ എനിക്ക് തോന്നുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ആ സബ്ജക്റ്റ് കൂടുതൽ നമുക്ക് ഊന്നൽ കൊടുത്ത് നമുക്ക് ആ സബ്ജക്റ്റ് കൂടുതലായിട്ട് എടുക്കാമായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം എല്ലാവരിലും ഷെയർ ചെയ്യുക. ആ ഒരു വീഡിയോക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് പറയാം. അതേപോലെ നമ്മുടെ താഴെയുള്ള ഈ അക്കൗണ്ടുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ആൻഡ് എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ. നല്ലോണം പഠിക്കുക. ഓണം എക്സാം വന്നിട്ടുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യവും ചെയ്തിട്ട്. സോ ബൈ.